ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ കണ്ണുകളിലൂടെ ജീവിതത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ സ്പർശിക്കുന്ന ഒരു രചനയാണ് സക്കറിയയുടെ ശന്തനുവിന്റെ പക്ഷികൾ. അമ്മയുടെ അഭാവം സൃഷ്ടിച്ച ഏകാന്തതയും മരണത്തെക്കുറിച്ചുള്ള ആദ്യത്തെ അമ്പരപ്പുകളും പേറുന്ന ശന്തനു എന്ന കുട്ടിയുടെ ആത്മസംഘർഷങ്ങളാണ് കഥയുടെ കാതൽ. സന്ധ്യയായി. പ്ലാവിന്റെ ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന വെയിൽ മുറ്റത്തെ ഉണങ്ങിയ ഇലകളിൽ പരന്നു. ഈ സമയം ശന്തനു ഒരു കൊങ്ങിണി കൊമ്പുമായി മുറ്റത്തിന്റെ ഒരു മൂലയിൽ പക്ഷികളെ കാത്തു നിൽക്കുകയായിരുന്നു. ആകാശവും പ്ലാവിന്റെ ചില്ലകളും അവയുടെ നിഴലുകളും അവനെ നോക്കി ചിരിക്കുന്നതായി തോന്നി. അവന്റെ പിന്നിലെ ചെമ്പരത്തി പൊന്തയിൽ പക്ഷികളുടെ അനക്കമുണ്ടായിരുന്നു. അവൻ അനങ്ങാതെ ശ്വാസമടക്കി കൊമ്പുമായി ആ ചെടിയിലേക്ക് നോക്കി നിന്നു. എന്നാൽ പെട്ടെന്ന് ചിറകടിച്ച് പക്ഷികൾ പറന്നുപോയി. അവനെ വീണ്ടും നിരാശനാക്കി. പക്ഷികൾ ഒരിക്കൽ കൂടി ശന്തനുവിനെ ദുഃഖത്തിലാഴ്ത്തി. അവൻ എത്ര പ്രതീക്ഷയോടെ കാത്തു നിന്നിട്ടും അവ അവന്റെ കൊമ്പിൽ വന്നിരുന്നില്ല. മനോഹരമായ ചുണ്ടുകളും മായാജാലം പോലുള്ള കണ്ണുകളും തൂവലുകളുമുള്ള ആ പക്ഷികളോട് അവന് വളരെ കാലമായി ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ മരിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അതോ നിങ്ങൾക്ക് മരണമില്ലേ? പക്ഷികൾക്ക് മരണമില്ലെന്നോ അല്ലെങ്കിൽ അവയ്ക്ക് മറ്റെന്തോ രഹസ്യമുണ്ടെന്നോ ആയിരുന്നു അവന്റെ 5 വയസ്സിനുള്ളിൽ അവൻ കണ്ടുപിടിച്ചത്. ശന്തനു ഇതിനു മുമ്പ് മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മരിച്ചുകൊണ്ടിരുന്ന ഒരു പൂച്ചയ്ക്ക് അവൻ കൂട്ടിരുന്നു. മഴവെള്ളം കെട്ടിക്കിടന്ന കുഴിയിൽ നനഞ്ഞൊട്ടി വായ തുറന്ന് കഷ്ടപ്പെട്ട് ഇഴയുന്ന പൂച്ചയെയാണ് അവൻ കണ്ടത്. അത് നഖങ്ങൾ മണ്ണിൽ കുത്തി എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ 3 നായ്ക്കൾ പൂച്ചയെ ആക്രമിക്കാൻ പാഞ്ഞു വന്നു. ശന്തനു ഉറക്കെ നിലവിളിച്ച് കല്ലെറിഞ്ഞ് നായ്ക്കളെ ഓടിച്ചു. അതിനുശേഷം ആ പൂച്ച സമാധാനത്തോടെ മഴവെള്ളത്തിലേക്ക് മറിഞ്ഞു കിടന്ന് ശന്തനുവിനെ നോക്കി. ശന്തനു നോക്കി നിൽക്കെ തന്നെ ആ പൂച്ച കണ്ണുകൾ അടച്ച് അവന്റെ മുന്നിൽ വെച്ച് മരിച്ചു. അവന് വലിയ സമാധാനവും കാരുണ്യവും തോന്നി. അവൻ ഒരു ഇല പറിച്ച് പൂച്ചയുടെ വാലിൽ പിടിച്ച് അതിനെ വഴിയരികിലെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു. നായകളിലൊന്ന് തിരിച്ചു വന്ന് പൂച്ചയുടെ ശവം മണത്തു നോക്കിയ ശേഷം മെല്ലെ നടന്നുപോയി. എന്നാൽ പക്ഷികളുടെ കാര്യം അവനെ അലട്ടുന്ന ഒരു വലിയ രഹസ്യമായി തുടർന്നു. അവ മരിക്കുന്നുവെങ്കിൽ അവയുടെ ശരീരം എവിടെയാണ്? ഇതുവരെ മരിച്ചു കിടക്കുന്ന ഒരു പക്ഷിയെയും ശന്തനു കണ്ടിട്ടില്ല. പക്ഷികളുടെ മരണത്തെക്കുറിച്ചുള്ള ഈ അന്വേഷണത്തിന് പിന്നിൽ ശന്തനുവിന് ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യവും ഉണ്ടായിരുന്നു. ഒരിക്കൽ കയ്യിൽ കിട്ടാതെ പറന്നു പോകുന്ന പക്ഷികളെ അവ മരിച്ചു കിടക്കുമ്പോഴെങ്കിലും സമാധാനമായി എടുത്ത് പരിശോധിക്കാമല്ലോ എന്നതായിരുന്നു അത്. അവ ഒളിവിടങ്ങളിലാണ് മരിക്കുന്നുവെന്ന് കരുതി അവൻ കുരുവികളെയും പൊന്മാന്മാരെയും കരിയില കിളികളെയും അവയുടെ താവളങ്ങളിലേക്ക് നിരന്തരം പിന്തുടർന്നു. എന്നാൽ അവയെല്ലാം ചിറകുകളുടെ ജാലവിദ്യയിൽ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ അന്വേഷണങ്ങൾക്കിടയിൽ അവൻ മറ്റു പല ചെറിയ മൃതദേഹങ്ങളും കിട്ടി. അണ്ണാൻ, എലി, പാമ്പ്, ഒരിക്കലൊരു കുറുക്കൻ, ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ പല ജീവികളുടെയും മൃതദേഹങ്ങൾ അവന്റെ മരണാന്വേഷണ പാതകളിൽ കണ്ടു. പക്ഷേ മരിച്ചവരുടെ കൂട്ടത്തിൽ അവൻ ഒരു പക്ഷിയെപ്പോലും കണ്ടില്ല. ഈ സമയത്താണ് ശന്തനു ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത്. മരിച്ചു പോകുന്നവരെ സ്വീകരിക്കുന്നവനും ജീവിക്കുന്നവരോട് സ്നേഹമുള്ളവനുമാണ് ദൈവം. ദൈവത്തിന് മേഘങ്ങളിലൂടെ പറക്കാനും കുട്ടികളുടെ കൂടെ കളിക്കാനും കഴിയും. മരിച്ചവരുടെ ആത്മാക്കളുമായി ദൈവം മേഘങ്ങൾക്കപ്പുറം പറന്നു കളിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ സന്തോഷം നിറഞ്ഞ ശബ്ദങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യുന്നു. ഒരു നാൾ സ്വപ്നത്തിൽ തോട്ടുവക്കിലെ ചതുപ്പിൽ ചത്തുകിടന്ന ഒരു മീനിന്റെ ചെതുമ്പലുകൾ പരിശോധിക്കുമ്പോൾ ദൈവം അവന്റെ മുന്നിലേക്ക് വന്നു. ദൈവം അവനെ സ്നേഹത്തോടെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു. സന്തോഷവാനായ ശന്തനു മീനിനെ കയ്യിലെടുത്ത് തോട്ടിലേക്ക് ഊളിയിട്ടു. ചത്ത മീൻ ഓളങ്ങളിൽ ഒഴുകിപ്പോയി. ശന്തനു കരയ്ക്ക് കയറി ദൈവത്തിന് നേരെ കയ്യിൽ വെള്ളം നീട്ടി നമുക്ക് പറന്നു പോയാലോ എന്ന് ചോദിച്ചു. പിന്നീട് ശന്തനു കണ്ട സ്വപ്നത്തിൽ പക്ഷികൾ 1000 ജനലുകൾ ഒന്നിച്ചടയുന്നത് പോലുള്ള ചിറകടി ശബ്ദത്തോടെ ഇടിമിന്നലുകളെ പോലെ ആകാശത്തേക്ക് പാഞ്ഞുപോയി. കൊങ്ങിണിക്കൊമ്പും നക്ഷത്രങ്ങളും ഇല്ലാതായി.
ഒരു ശൂന്യത ശന്തനുവിന് ചുറ്റും നിറഞ്ഞു നിന്നു. അവൻ കടുത്ത ദുഃഖത്തോടെ ഉറക്കമുണർന്ന് ജനലിനപ്പുറത്തേക്ക് നോക്കിക്കിടന്നു. അകലെ കാടുകളിൽ ദൈവം മിന്നാമിനുങ്ങുകളായി കത്തിയും അണഞ്ഞുമിരുന്ന് ശന്തനുവിന്റെ ഏകാന്തതയെ നോക്കി. പിറ്റേന്ന് മുതൽ അവൻ വീണ്ടും കൊങ്ങിണിക്കൊമ്പുമായി പ്ലാവിൻ ചുവട്ടിൽ വന്നു. എല്ലാ ദിവസവും പക്ഷികൾ അവനെ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അന്നും കൊങ്ങിണിച്ചില്ല താഴെയിട്ടിട്ട് അവൻ മുറ്റത്തുകൂടി നടന്ന് വരാന്തയിൽ കയറി. അവൻ വീട്ടിനകത്ത് കസേരയിൽ ഇരുന്ന് വായിക്കുകയായിരുന്ന അച്ഛന്റെ മടിയിൽ കയറി അച്ഛന് നേരെ തിരിഞ്ഞിരുന്ന് കണ്ണുകളിലേക്ക് നോക്കി. എന്താണ് പ്രശ്നമെന്ന അച്ഛന്റെ ചോദ്യത്തിന് അച്ഛാ, പക്ഷികൾ മരിക്കില്ലേ എന്നവൻ ചോദിച്ചു. ഇല്ല ശന്തനു എന്ന് അച്ഛൻ മറുപടി പറഞ്ഞു. പിന്നെ അവർക്ക് എന്തു പറ്റുന്നു എന്ന അവന്റെ ചോദ്യത്തിന് അവർ മരിക്കുന്നതിന് പകരം മേഘങ്ങളിലൂടെയും മലകളും പുഴകളും കടന്ന് ചന്ദ്രനെയും സൂര്യനെയും പിന്നിലാക്കി നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കടന്ന് പുതിയ ലോകങ്ങളിലേക്ക് പറക്കുകയാണെന്ന് അച്ഛൻ രഹസ്യമായി പറഞ്ഞു. ദൈവം പൂത്തിരി പോലെ കത്തുന്ന ഒരു നക്ഷത്രമായി അവർക്ക് വഴികാട്ടുമെന്നും അച്ഛൻ കൂട്ടിച്ചേർത്തു. അച്ഛൻ പറഞ്ഞ മറുപടി കേട്ട് ആവേശം കൊണ്ട ശന്തനു അച്ഛന്റെ ഇരു ചെവികളിലും പിടിച്ച് മുഖം തന്നോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എന്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നത് കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? എന്റെ അമ്മ ഒരു പക്ഷിയായിരുന്നോ? അതേ എന്നൊരു മറുപടി കേൾക്കാൻ കാതോർത്ത് കോരിത്തരിച്ചു ശന്തന് അച്ഛന്റെ മടിയിലിരുന്നു. ആ നിമിഷം പുറത്ത് സന്ധ്യാവെയിലിനെ നടുക്കിക്കൊണ്ട് ശന്തനുവിന്റെ പക്ഷികൾ വലിയ ചിറകടി ശബ്ദത്തോടെ ആകാശത്തിലേക്ക് പറന്നുയർന്നു. മലകളിൽ നിന്നെത്തിയ ഒരു കാറ്റിൽ ഒഴുകി അവ പറന്നകന്നുപോയി.